കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് എത്തിയത്. ആദ്യത്തെ പരാതി വന്നപ്പോൾ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ പരസ്യമായി രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. വി.ഡി. സതീശന്റെ ഉറച്ച നിലപാടാണ് രാഹുൽ കോൺഗ്രസിനെ ഏൽപ്പിച്ച ആഘാതം കുറയ്ക്കാൻ കാരണമായത്. ആദ്യ പരാതി ഉയർന്നപ്പോൾ രാഹുലിനെ തള്ളിപ്പറയാതെ ചേർത്ത് നിർത്തിയ നേതാക്കളുണ്ട് കോൺഗ്രസിൽ. പരാതിക്കാരിയെ കരിവാരി തേക്കാനും രാഹുലിനെ രക്ഷിച്ചെടുക്കാനും ശ്രമിച്ച നേതാക്കൾ. അതിൽ UDF കൺവീനറുണ്ട്, MP-മാരുണ്ട്, DCC അധ്യക്ഷനുമുണ്ട്. നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് 1 മിനിറ്റ് വേണ്ടെന്ന രാഹുലിന്റെ ശബ്ദം കേട്ടിട്ടും അത് AI ആണെന്ന് പറഞ്ഞത് UDF കൺവീനർ അടൂർ പ്രകാശാണ്. ഇന്ന് ഇപ്പൊ AI കാലഘട്ടമല്ലേ, ആരെക്കുറിച്ചും എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. നെഞ്ചിലെ നീറ്റിലായി എനിക്കും നിങ്ങൾക്കും തോന്നിയ ശബ്ദ സന്ദേശമാണ് നിന്ന നിൽപ്പിൽ അടൂർ പ്രകാശ് വ്യാജമെന്ന് പറഞ്ഞത്. അവിടെയും തീർന്നില്ല. അർദ്ധവസ്ത്രമിട്ട് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രം കണ്ടില്ലേ എന്നായിരുന്നു പാലക്കാട് MP-യുടെ പരിഹാസം. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? ആദ്യ പരാതികളിൽ മുങ്ങി നടക്കുന്ന കാലത്ത് രാഹുലിന് ക്ലീൻ ചിറ്റ് നൽകിയ നേതാവാണ് K. സുധാകരൻ. ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനേക്കാളൊക്കെ എത്രയോ ആളുകൾ ഇതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ വേട്ടയാടൽ എന്നായിരുന്നു പാലക്കാട് DCC അധ്യക്ഷന്റെ ആദ്യ പ്രതികരണം. ജനപ്രതിനിധികൾക്ക് ഒരു കരുതൽ വേണമെന്നുള്ളത് സത്യമാണ്, അല്ലാണ്ട് മറ്റൊന്നും തെറ്റാണെന്നും പറയാൻ കഴിയില്ല. ഒരു കരുതൽ. ഈ നേതാക്കളെല്ലാം കുറ്റക്കാരന് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്ന സമയത്ത് കോൺഗ്രസിൽ നിന്ന് കേട്ട ഉറച്ച ശബ്ദം പ്രതിപക്ഷ നേതാവിന്റേതാണ്. ഞാൻ പ്രൊട്ടക്ട് ചെയ്തോ? ഞാൻ പറഞ്ഞത് കർശനമായ നിലപാടെന്ന, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്ന, മുഖം നോക്കാത്ത നിലപാടെന്ന പറഞ്ഞത്. അറബിക്കടൽ ഇരമ്പി വന്നാലും പിന്നോട്ട് പോകില്ല എന്ന V.D. സതീശന്റെ നിലപാടാണ് ഇന്ന് തല ഉയർത്തി നിൽക്കാൻ കോൺഗ്രസിനെ സഹായിക്കുന്നത്. ആ നിലപാട് കാരണം സൈബർ ഇടങ്ങളിലെ വെട്ടുകിളികളിൽ നിന്ന് കേട്ടാൽ അറയ്ക്കുന്ന അധിക്ഷേപമുണ്ടായി. എന്നിട്ടും സതീശൻ പിന്നോട്ട് പോയില്ല. നിയമസഭയിലേക്ക് രാഹുലിനെത്തിച്ച നേമം ഷജീറും കോൺഗ്രസുകാരൻ തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ പ്രചാരണത്തിനെത്തിച്ച പ്രാദേശിക നേതാക്കൾ ഇന്ന് പക്ഷേ മൗനത്തിലാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.